ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പറയാനുള്ളത് പെട്ടെന്ന് അങ്ങ് പറയാം. ജഗൻ പറഞ്ഞതുപോലെ ഞങ്ങളും പുറത്തേക്കൊന്ന് പോവാ. മനസ്സിലായില്ല. ഞങ്ങള് UK സെറ്റിലാവാൻ പോവാ. ഇനി നിന്നെ കാണാൻ വരുമ്പോ കുറുപ്പ് ഇങ്ങനെ പെട്ടിയിൽ മണ്ണുമായിട്ടൊന്നും വരില്ല. പെട്ടിയിൽ കിടക്കുന്ന നിന്റെ നെഞ്ചത്തിടാൻ കയ്യിൽ ഒരു പിടി മണ്ണുമായിട്ടായിരിക്കും വരുന്നത്. വണ്ടിയിടും മോനെ. ഇതെന്താ വിക്രമേട്ട എക്സിക്യൂട്ടീവ് ലുക്കില്? വെറുതെ ഇട്ട് നോക്കിയതാണോ? പേടിക്കണ്ട, ഈ ഡ്രസ്സൊക്കെ പഴയതിൽ നന്നായി ചേരുന്നുണ്ട്. ദാ ചായ കുടിക്കേ. വർഷേ, ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് എനിക്കിതൊക്കെ എപ്പോഴും പാകമാണെന്ന് ഉറപ്പിക്കാനല്ല, മനസ്സിലായോ? ഞാൻ ഇന്ന് മുതൽ ഓഫീസിലേക്ക് പോവാ. വിക്രമേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഓഫീസിൽ പോവാനോ? ഒന്നും പറ്റില്ല. ഡോക്ടർ പറയുന്നവരെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. വർഷയുടെ ഒറ്റയ്ക്കാക്കിട്ട് പുറത്തു പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞാനില്ലാതെ അധിക നാൾ മുന്നോട്ട് പോയാൽ കമ്പനിയുടെ പ്രവർത്തനം, അതിന്റെ ഗ്രോത്ത് എല്ലാം താറുമാറാവും. ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്, അത് പങ്കെടുത്തേ പറ്റൂ. വിക്രമേട്ട, അത് ശരിയാവില്ല. ഈ സമയത്ത് റെസ്റ്റാ വേണ്ടത്. ഞാൻ വിടില്ല. ഡോക്ടർ പറഞ്ഞ വർഷം സമ്മതിക്കോ? ശരി, ഞാൻ ഡോക്ടറെ വിളിച്ചുതരാം. ഹലോ വിക്രം, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാഡം. എനിക്കിന്ന് കമ്പനിയിൽ ചില ഇമ്പോർട്ടന്റ് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്നത്തെ എന്റെ ആബ്സെൻസ് ചിലപ്പോ കമ്പനിയുടെ ഗ്രോത്തിനെ തന്നെ ബാധിച്ചേക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം. വർഷ, ഡോക്ടർ പറയാതെ എന്നെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കില്ലെന്നൊരൊറ്റ വാശിയില്ല. അതുകൊണ്ട് ഡോക്ടർ ഒന്ന് പറയണം. വൈ നോട്ട്? ഞാൻ പറയാം. ഫോണൊന്ന് വർഷയുടെ കൈ കൊടുക്കും. ഹലോ ഡോക്ടർ. വർഷ, ഇനി വിക്രം കമ്പനിയിൽ പോകുന്നതില് വേറെ കുഴപ്പമൊന്നുമില്ല. മരുന്ന് കൃത്യമായിട്ട് കൊടുത്താൽ മതി. ഡോക്ടർ, അത് റെസ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞു. വളരെ റിസ്ക് പിടിച്ച ജോലികൾ തൽക്കാലം ഒന്ന് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ശരി ഡോക്ടർ. ശരി. ഡോക്ടർ എന്ത് പറഞ്ഞു? കമ്പനിയിൽ പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞു. ഇനി സമാധാനത്തോടെ എന്റെ ഭാര്യ എന്നെ കമ്പനിയിലേക്ക് അയക്കുമല്ലോ അല്ലേ? വിക്രമേട്ട, സൂക്ഷിക്കണം. അല്ല, ഞാനും കൂടി വന്നോട്ടെ, അപ്പൊ എനിക്കൊരു സമാധാനമാവും. വർഷേ, നിന്നെ കോടീശ്വരനായ വിക്രമിന്റെ ഭാര്യയായി കാണാനാണ് എനിക്കിഷ്ടം. അല്ലാതെ കമ്പനികളുടെ ഉടമയായ വിക്രമിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കൊണ്ടു നടക്കാനല്ല. ഞാൻ പോയിട്ട് വരാം.
ദേ ഈ മുഖം ഇങ്ങനെ വാടിക്കണ്ട, എനിക്ക് സഹിക്കൂല. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് എത്രയും വേഗം എന്റെ വർഷക്കരികിലേക്ക് വരില്ലേ? വാ. പോയിട്ട് വരേ. ജഗനങ്കിളിനോട് വേഗം വരാൻ പറ. വന്ദനെ, സുഖാണോ? നിങ്ങള് അമ്മയും മോളും കൂടി ഏതോ യാത്രയ്ക്ക് ഇറങ്ങിയതാണെന്ന് തോന്നുന്നല്ലോ. ഒരാള് വന്നാ സാമാന്യ മര്യാദയ്ക്ക് അകത്തേക്ക് കയറണമെന്ന് പറയേണ്ടതല്ലേ? നിങ്ങൾ ആ മര്യാദ കാട്ടാത്തത് കൊണ്ട് ഞാൻ വലിഞ്ഞു കയറുന്നു എന്ന് കരുതിയാ മതി. ഇത് വാങ്ങിക്കുമോളെ. ഇത് മോൾക്ക് വേണ്ടി വാങ്ങിയതാ. ഇതാ. രാഖി, ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോണം. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പറയാനുള്ളത് പെട്ടെന്ന് അങ്ങ് പറയാം. ജഗൻ പറഞ്ഞതുപോലെ ഞങ്ങളും പുറത്തേക്കൊന്ന് പോവാ. മനസ്സിലായില്ല? ഞങ്ങള് UK സെറ്റിലാവാൻ പോവാ.